പ്രിയ സുഹൃത്തുക്കളെ, പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ഛനും അമ്മയും എന്നെ വീട്ടിൽ വേറെ കല്യാണത്തിന് നിർബന്ധിക്കുന്നുണ്ട്. അച്ഛന്റെ അമ്മയുടെ മുൻപിൽ ഞാൻ കുറെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. ഇനിയും അതിനെനിക്ക് പറ്റുമെന്ന് തോന്നില്ലമ്മേ. ശാരിയുടെ അമ്മയോട് ജയൻ അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ശാരി മരിച്ചിട്ട് വർഷം 1 കഴിയുന്നതിന് മുമ്പ് തന്നെ മോന്റെ വീട്ടുകാർക്ക് എന്താ മോനെ നിന്നെ കല്യാണം കഴിപ്പിക്കാൻ ഇത്ര തിടുക്കം? എന്റെ മോളുടെ ചിതയുടെ ചൂട് ആറിയിട്ട് പോലുമില്ല. അതുമല്ല, ഇനി വരുന്നവൾ എന്റെ ശാരിയുടെ മോളെ നല്ലപോലെ നോക്കുമെന്ന് എന്താ ഇത്ര ഉറപ്പ്? അവൾ ഉള്ളത് കൊണ്ടാണ് വീട്ടുകാർ എന്നെ കല്യാണത്തിന് നിർബന്ധിക്കുന്നത് തന്നെ. അവർക്കും വയസ്സായതുകൊണ്ട് കുഞ്ഞിനെ നോക്കുന്നതിൽ പരിമിതികളുണ്ടല്ലോ അമ്മേ. അവർക്ക് ശാരിയുടെ മോളെ നോക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങു കൊണ്ടുവിട്ടോ. ഞാനും രാജിയും അവളെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. അതിന് എന്റെ അച്ഛനും അമ്മയും സമ്മതിക്കില്ലമ്മേ. ഞാനും സമ്മതിക്കില്ല. ശാരി പ്രസവിച്ചത് എന്റെ കുഞ്ഞിനെയല്ലേ. എന്റെ മോളെ കാണാതെ ഞാൻ എങ്ങനെ ജീവിക്കും? പിന്നെ ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവളെ നോക്കാൻ ആരെങ്കിലും വേണം. ഒരു ജോലിക്കാരിയെ നിർത്താൻ എന്റെ അമ്മയൊട്ട് സമ്മതിക്കത്തുമില്ല. ഞാൻ കല്യാണം കഴിക്കണമെന്ന് തന്നെയാണ് നിർബന്ധിക്കുന്നത്, ജയൻ വിഷമത്തോടെ പറഞ്ഞു. അച്ഛനും അമ്മയും മോനെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നുവെങ്കിൽ മോനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അമ്മയ്ക്ക് എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാമല്ലോ. ശാരിയുടെ അനിയത്തി രാജിയെ കല്യാണം കഴിക്കാൻ നിനക്ക് ഇഷ്ടമാണോ? അവൾ നിന്റെ ഭാര്യയായ അവളുടെ ചേച്ചിയുടെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെ രാജി നോക്കിക്കൊള്ളൂ. നിനക്ക് ഈ ബന്ധത്തിൽ സമ്മതമാണെങ്കിൽ നമുക്കത് നോക്കിയാലോ? അമ്മ എന്തൊക്കെ പറയുന്നത്? ഞാൻ എന്റെ പെങ്ങളെ പോലെയല്ലേ അവളെ കണ്ടത്. പെട്ടെന്നൊരു ദിവസം ഭാര്യയെ കാണണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? മാത്രമല്ല, രാജി ഇതിന് സമ്മതിക്കുമോ? ജയൻ ഞെട്ടലോടെ ശാരിയുടെ അമ്മയൊന്ന് നോക്കി. അവന്റെ മനസ്സിൽ 2 ലഡു ഒരുമിച്ച് പൊട്ടി. പക്ഷേ അവനത് പുറത്തു കാണിച്ചില്ല. കാരണം ശാരിയുടെ അനിയത്തി ഒരു സൂപ്പർ സാധനം തന്നെയാണ്. അവളുടെ ആ കളറും ചുവന്നു തൊടുത്ത ചുണ്ടുകളും പിന്നെ ആ മുന്നഴകും പിന്നഴകും ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്നു പോകും. മോനെന്തായി ആലോചിക്കുന്നത്? അവളെ കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചോളാം. വേറൊരു കുടുംബത്തിൽ നിന്നൊരു പെൺകൊച്ചിനെ കെട്ടിക്കൊണ്ടുവന്ന് എന്റെ കൊച്ചുമോളെ അനാഥയാക്കുന്നതിനേക്കാൾ നല്ലത് അവളുടെ കുഞ്ഞമ്മ തന്നെ അവളുടെ അമ്മയാകട്ടെ. അതാകുമ്പോൾ എനിക്കും സമാധാനത്തോടെ കണ്ണടയ്ക്കാം. കമലമ്മയുടെ വാക്കുകളെ എതിർക്കാൻ ജയന് മനസ്സ് വന്നില്ല. എനിക്കും അങ്ങനെ ഒരു പേടിയുണ്ടമ്മേ. ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങുമ്പോൾ എനിക്ക് എന്റെ കുഞ്ഞിനെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചിട്ട് പോയില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടില്ല. അച്ഛനും അമ്മയ്ക്കും വയസ്സായതുകൊണ്ട് മോളുടെ ഉത്തരവാദിത്തങ്ങൾ അവരെ പൂർണ്ണമായി ഏൽപ്പിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ രാജിയെ കല്യാണം കഴിച്ചോളാം, ജയൻ നിസ്സഹായതയോടെ പറഞ്ഞു. എങ്കിൽ ശരി മോനെ, ഞാൻ രാജിയോട് സംസാരിച്ചതിന് ശേഷം മോന്റെ അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ പറയാം. കമലമ്മയുടെ വാക്കുകൾക്ക് നിശബ്ദമായി തലയാട്ടിക്കൊണ്ട് ജയൻ അവിടെ നിന്നും മടങ്ങി. ശാരിയുടെയും ജയന്റെയും കല്യാണം കഴിഞ്ഞിട്ട് കഷ്ടിച്ച് 2 വർഷമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്കൊരു കുഞ്ഞ് പിറന്ന് 3 മാസം കഴിഞ്ഞ സമയത്താണ് ഒരു ദിവസം സന്ധ്യയ്ക്ക് ശാരിയുടെ വീട്ടിലെ കിണറ്റിൽ അവൾ വീണു മരിച്ചത്. വെള്ളം കോരുന്നതിനിടയ്ക്ക് കാല് കിണറ്റിൽ പോയതായിരുന്നു. അവൾ കിണറ്റിൽ പോയത് ആരും അറിഞ്ഞതുമില്ല. അറിഞ്ഞപ്പോൾ ഏറെ വൈകുകയും ചെയ്തു. വീഴ്ചയിൽ കിണറിന്റെ സൈഡിൽ എവിടെയോ തലയിടിച്ചതിനാൽ പെട്ടെന്ന് തന്നെ മരണം സംഭവിച്ചിരുന്നു. പിന്നീട് അരമണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞു കരയുന്ന ശബ്ദം കേട്ടാണ് അമ്മ മുറിയിൽ നിന്ന് നോക്കിയത്. ഉറങ്ങിക്കിടന്ന കുഞ്ഞുണർന്നപ്പോൾ വിശന്ന് കരയുകയായിരുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റാനായി മോളെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് ജയൻ നടക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ അടുത്ത് ശാരി എവിടെയാണെന്ന് ചോദിച്ചപ്പോഴാണ് അവൾ ഇവിടെ ഇല്ലെന്ന കാര്യം അമ്മ അറിയുന്നത് തന്നെ. ശാരി അടുക്കളയിലെങ്ങാനും ആയിരിക്കുമെന്ന് ജയനും വിചാരിച്ചു. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് കിണറ്റിൽ നിന്നും അവളുടെ ബോഡി കണ്ടെത്തുന്നത്. ശാരി മരിച്ചിട്ട് ഇപ്പോൾ 6 മാസം കഴിഞ്ഞു. അവരുടെ കുഞ്ഞിന് 9 മാസമായി. കുട്ടിയെ നോക്കാൻ വേണ്ടി ഓഫീസിൽ നിന്ന് ലീവ് എടുത്തിരിക്കുകയാണ് ജയൻ. അവൻ പഞ്ചായത്ത് ഓഫീസിൽ ക്ലർക്കാണ്. ജയനുമായുള്ള വിവാഹകാര്യം കമലമ്മ രാജിയോട് പറഞ്ഞപ്പോൾ അവൾ എതിർക്കും എന്നാണ് അവർ വിചാരിച്ചത്. എന്നാൽ യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ രാജിയെ കല്യാണത്തിന് സമ്മതിച്ചു. ചേച്ചിയുടെ കുഞ്ഞിനെ ഓർത്താണ് അവൾ അതിന് സമ്മതിച്ചതെന്ന് വിചാരിച്ചു. ജയന്റെ വീട്ടുകാർക്കും എതിർപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിലും അവർക്കെല്ലാവർക്കും ഇഷ്ടം വെളുത്തു തുടുത്ത രാജിയായിരുന്നു. ശാരിക്കൽപ്പം നിറം കുറവായിരുന്നു. നിറമില്ലാത്തതിന്റെ പേരിൽ അമ്മായിയമ്മയിൽ നിന്ന് ഒരുപാട് കുത്തുവാക്കുകൾ അവൾ സഹിച്ചിട്ടുണ്ട്. അങ്ങനെ ആഡംബരമൊന്നുമില്ലാതെ ജയന്റെയും രാജിയുടെയും വിവാഹം കഴിഞ്ഞു. ശാരി ജീവിച്ചിരുന്ന സമയത്ത് ജയനും രാജിയും ചേട്ടനെയും അനിയത്തിയും പോലെയായിരുന്നു. എന്നാൽ ശാരിയുടെ മരണശേഷം
ഇരുവരും തമ്മിൽ പിന്നെ മിണ്ടിയിട്ടില്ല. വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രി ജയന്റെ വീട്ടിലായിരുന്നു രാജി. കുഞ്ഞിനെ ഉറക്കി കിടത്തിയതിനു ശേഷം അവളും ഉറങ്ങാനായി തുടങ്ങുമ്പോഴാണ് ജയൻ അല്പം മദ്യപിച്ചുകൊണ്ട് മുറിയിലേക്ക് കടന്നു വന്നത്. മുറിയിലേക്ക് വന്ന ജയനിൽ നിന്നും മദ്യത്തിന്റെ രൂക്ഷഗന്ധം അടിച്ചതും രാജി മുഖം ചുളിച്ചു. മുഖം ചുളിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി. ഇതുവരെ കാണാത്ത ഒരു ഭാവമായിരുന്നു അവന്റെ മുഖത്തപ്പോൾ അവൾക്ക് കാണാൻ കഴിഞ്ഞത്. റൂം അടച്ചു കുറ്റിയിട്ടതിന് ശേഷം ജയൻ മെല്ലെ അവൾക്ക് നേരെ ചുവടുകൾ വെച്ചു. ഒരു കോട്ടൺ സാരി ആയിരുന്നു അവളുടെ വേഷം. അവൻ അവളെ അടിമുടി ഒന്ന് വീക്ഷിച്ചു. നല്ല പച്ചക്കരിമ്പാണല്ലോടി നീ. എത്ര നാളായി നിന്നെ ഞാൻ മോഹിക്കുന്നുണ്ടെന്നറിയാമോ നിനക്ക്? ഇപ്പോഴാ സൗകര്യത്തിന് നിന്നെ എന്റെ കയ്യിൽ കിട്ടിയത്. ഇന്നു മുതൽ നീ എനിക്ക് മാത്രം സ്വന്തമാണ്. എന്റെ സ്വന്തം രാജി. കടഞ്ഞെടുത്തതുപോലെ ഉണ്ടല്ലോ നിന്റെ ഈ ശരീരം. ഇത് ഞാനിന്ന് കശക്കി ഉടയ്ക്കും. അവളുടെ ആ ശരീരത്തിലേക്ക് അവൻ ആർത്തിയോടെ നോക്കി. താൻ പറഞ്ഞത് കേട്ട് രാജി വിറയ്ക്കുമെന്ന് കരുതിയെങ്കിലും അവളുടെ മുഖത്ത് പ്രത്യേകിച്ച് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. രാജി, നീ നിന്റെ ചേച്ചിയേക്കാൾ സുന്ദരിയാണ് മോളെ. നിന്റെ ചേച്ചിയുടെ മരണശേഷം നീ കുളിക്കുന്ന വീഡിയോ കണ്ടാണ് ഞാൻ ഇത്ര നാളും എന്റെ വികാരങ്ങൾ അടക്കിപ്പിടിച്ചിരുന്നത്. അന്നു തൊട്ട് ഞാൻ മനസ്സിൽ എണ്ണി എണ്ണി ഈ ദിവസത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ഇത്രയും നാളും ചേട്ടനായിരുന്നവൻ എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നായിരിക്കും നീ ചിന്തിക്കുന്നത് അല്ലേ? ജയൻ അവളുടെ തൊട്ടു മുന്നിൽ വന്നു നിന്നു. രാജി അനങ്ങാതെ അങ്ങനെ തന്നെ നോക്കി നിൽക്കുകയാണ്. നീ എന്താടി ഇങ്ങനെ നോക്കുന്നത്? ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് പേടിയൊന്നും തോന്നുന്നില്ലേ? ജയൻ അവളെ തുറച്ചു നോക്കി. എന്നെ സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങൾ എന്റെ ചേച്ചിയെ കൊന്നതാണെന്ന് എനിക്കറിയാം. അതുവരെ മൗനമായി നിന്ന രാജി പെട്ടെന്ന് പറഞ്ഞു. അവളത് പറഞ്ഞെങ്കിലും പ്രതീക്ഷിച്ച നടുക്കം അവന്റെ മുഖത്തുണ്ടായില്ല. നീ എതിർപ്പൊന്നും കൂടാതെ വിവാഹത്തിന് സമ്മതിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ നിനക്ക് എന്തൊക്കെയോ സംശയമുണ്ടെന്ന് ഞാൻ ഊഹിച്ചതാ രാജിമോളെ. ഈ രഹസ്യം നിന്നിൽ നിന്ന് ഒരിക്കലും പുറത്തു പോകാതെ സൂക്ഷിക്കാൻ എനിക്കറിയാം. എന്റെ ഭാര്യയായി ഇങ്ങോട്ട് വന്ന് നിന്റെ ചേച്ചിയെ കൊന്നതിന് എന്നോട് പ്രതികാരം വീട്ടാം എന്ന് വല്ലതും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ തന്നെ വെച്ചാൽ മതി. നിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും ഞാൻ കുടിക്കില്ല. നീ അതിൽ വല്ല വിഷവും ചേർത്ത് തന്നാലോ? പക്ഷേ രാത്രികൾ നീ എനിക്കൊരു ഭോഗവസ്തുവായിരിക്കും. നിന്നിൽ നിന്ന് എനിക്ക് വേണ്ടത് നിന്റെ ശരീരം മാത്രമാണ് രാജി. എന്തിനാ നിങ്ങൾ എന്റെ ആ പാവം ചേച്ചിയെ കൊന്നത്? ആ പാവം നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? രാജി കടുപ്പത്തോടെ ചോദിച്ചു. ഞാൻ നിന്നെ നോട്ടമിട്ടതും നിന്റെ കുളിസീൻ പകർത്തിയതും എല്ലാം നിന്റെ ചേച്ചി കണ്ടുപിടിച്ചു. എല്ലാം എല്ലാവരോടും വിളിച്ചു പറയുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവളെ കൊല്ലാതെ വേറെ നിവൃത്തിയുണ്ടായിരുന്നില്ല. ഇരു ചെവി എറിയാതെ ആരും കാണാതെയാണ് ഞാൻ ആ കൊലപാതകം നടത്തിയത്. എന്നിട്ട് നീ എങ്ങനെയാ ഇതറിഞ്ഞത്? നിങ്ങൾ ഒരു പക്ഷേ ചേച്ചിയെ കൊന്നേക്കുമെന്നും നിങ്ങളിൽ നിന്നും എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടു പോകണമെന്നും പറഞ്ഞ് ചേച്ചിയുടെ ഡയറിയിൽ ഞാൻ കാണാൻ വേണ്ടി ഒരു കുറിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ അത് എഴുതി വെച്ചതിന് ശേഷമാണ് മരിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. വളരെ വൈകിയാണ് ഞാനത് അറിഞ്ഞത്. ഞാൻ ഇക്കാര്യം അറിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ നിങ്ങളുടെ വിവാഹകാര്യം എന്നോട് പറയുന്നത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങളോട് പ്രതികാരം വീട്ടാൻ വേണ്ടി തന്നെയാണ് ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചത്. എന്നോട് പ്രതികാരം വീട്ടാൻ നീ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം മോളെ. നിന്ന് പ്രസംഗിക്കാതെ ഇങ്ങോട്ട് വാടി. ജയൻ അവളെ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു. രാജി യാതൊരു എതിർപ്പും കാണിച്ചില്ല. അവൾ എതിർപ്പ് പ്രകടിപ്പിക്കുമെന്ന് കരുതിയ ജയന് അതൊരു തിരിച്ചടിയായിരുന്നു. അവൾ വിധേയയായി അവന് മുന്നിൽ നിന്നുകൊടുത്തു. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എന്റെ ശരീരമല്ലേ, എന്നാ എടുത്തോ. മാറിൽ നിന്നും സാരിത്തലപ്പ് മാറ്റി അവൾ അവനെ ക്ഷണിച്ചു. അവൻ ആർത്തിയോടെ അവന്റെ കണ്ണുകൾ അവളുടെ നഗ്നതയിലൂടെ സഞ്ചരിച്ചു. പിന്നെ അവൻ അവളിലേക്ക് പടർന്നു കയറി. പിന്നെ അവിടെ നടന്നത് ഇവിടെ വിവരിക്കാൻ പറ്റാത്ത സംഭവമായിരുന്നു.